ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു LKLS മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് കേരള സിലബസിൽ 10th സ്റ്റാൻഡേർഡിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സി, an arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term immediately preceding it, which means what? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം അല്ലേ, അത് 3, 5, 7, 9 ഇങ്ങനെ ഒരു 4 നമ്പേഴ്സ് ഞാനെടുത്ത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഇതൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സാണ്. ഇതിനെ എന്താ നമ്മൾ പറയുക, ഓരോന്നിനെ ഓരോ ടേം എന്ന് പറയും അല്ലേ. ദിസ് ഇസ് ദ ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ക്ലിയർ ആയോ? സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സെയിം നമ്പർ നമുക്ക് കിട്ടുമെന്ന് കണ്ടോ. വിച്ച് വി ഗെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്ട്രാക്റ്റിംഗ് ഫ്രം എനി ടേം. ഇപ്പോൾ ടേം എന്ന് പറഞ്ഞത് ആരാ? ഇതാണ് ടേംസ്. സോ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ദെൻ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ക്ലിയർ ആയോ? ഇതൊക്കെ ഇതിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, അതായത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എന്ന് പറയും നമ്മളല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിനെ സബ്ട്രാക്റ്റ് ചെയ്യുക. ഈ 5ൽ നിന്ന് 3 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടുക? എല്ലാവർക്കും അറിയാലോ, 2 ആണ്. അതുപോലെ 7 - 5 ചെയ്താൽ എത്രയാണ് കിട്ടുക? 2 ആണ്. ഇനി 9 - 7 ചെയ്താൽ എത്രയാണ് കിട്ടുക? 2 ആണ്. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ദെൻ ഇത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. അതുപോലെ തന്നെ 7 - 9 ചെയ്തപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. സോ വി ഗോട്ട് എ ഫിക്സഡ് നമ്പർ. കണ്ടോ? സെയിം നമ്പർ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് എ സീക്വൻസ് ഇൻ വിച്ച് വി ഗെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്ട്രാക്റ്റിംഗ് ഫ്രം എനി ടേം. കണ്ടോ? ഏതൊരു ടേമിൽ നിന്നും തൊട്ടടുത്ത ടേം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെയിം നമ്പർ, വിച്ച് മീൻസ് വാട്ട്? ഫിക്സഡ് നമ്പർ. അപ്പോൾ ദ ടേം ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ഇറ്റ്. കണ്ടോ? അങ്ങനെ അല്ല, ഇങ്ങനെ പോകുന്നതിനെ പ്രൊസീഡിങ് ഇറ്റ് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടേം കിട്ടി. സോ ഇതിന് നമുക്കൊരു പേര് പറയാം. ഈ ഫിക്സഡ് നമ്പറിനെ നമ്മളൊരു പേര് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. അതിന് ഷോർട്ടായിട്ട് നമ്മൾ എന്ത് വിളിക്കും? CD. കണ്ടോ? C മീൻസ് വാട്ട്? കോമൺ. ദെൻ D മീൻസ് വാട്ട്? ഡിഫറൻസ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുക? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഇനി നോക്കിയാൽ വേറൊരു എക്സാമ്പിളായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4, 6, 8, 10. Clear? See, 6 minus, this is the second term. So second term minus first term, which means what? 6 minus 4. We got what? 2. അല്ലേ? അതുപോലെ തന്നെ 8 - 6 എന്താ കിട്ടുക? 2 കിട്ടും. ഇനിയോ 10 - 8 അവിടെയും എന്താ കിട്ടുക? 2 കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഫിക്സ്, എല്ലായ്പ്പോഴും 2 തന്നെ ഡിഫറൻസ് വരണമെന്നില്ല കേട്ടോ. ചേഞ്ചസ് വരും നമ്പേഴ്സിന്. ഇപ്പോൾ ആക്സിഡൻ്റലി ഞാൻ എടുത്തത് ഇതുപോലെ വന്നെന്ന് മാത്രം. ഓക്കെ, സോ ഹിയർ ഓൾസോ വി ഗോട്ട് വാട്ട്? സെയിം നമ്പർ. So which means this is the same number is known as what? കോമൺ ഡിഫറൻസ്. ആ സെയിം ആയിട്ട് വരുന്നത് തമ്മിൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പെർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ എന്താ പറയുക? കോമൺ ഡിഫറൻസ് എന്ന് പറയും. സോ നമുക്കിനി പേജ് നമ്പർ 16 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൻ ബിലോ ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവ് റീസൺസ്. വിച്ച് മീൻസ് വാട്ട്? ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ സീക്വൻസ് നമ്മൾ ഫോം ചെയ്യണം. എന്നിട്ട് ഫോർ അരിത്തമെറ്റിക് സീക്വൻസസ് റൈറ്റ് ദ കോമൺ ഡിഫറൻസസ് ഓൾസോ. സോ ഇത് നമ്മൾ എഴുതി വരുമ്പോൾ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം പോരാ, എന്താ? അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടി എഴുതണം. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കോമൺ ക്വസ്റ്റ്യൻ. അതിൻ്റെ സബ്ബായിട്ട് വന്ന് എന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സോ നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് ഈ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലേ, എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താ? ഒറ്റ നമ്പർ, ഒറ്റ സംഖ്യകൾ അല്ലേ. അപ്പോൾ നമ്മൾ എഴുതിയ ഒറ്റ സംഖ്യ അതാ 1, 3, 5, 7. സോ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അത് ക്വസ്റ്റ്യനാണ്. ഇനി ഇതിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം? ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കാണാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ്, വിച്ച് മീൻസ് വാട്ട്? കോമൺ ഡിഫറൻസ് കാണണം. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ടേം ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ടേം. ക്ലിയർ? സോ 3 - 1 വി ഗോട്ട് വാട്ട്? 2. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കണ്ടോ? ഇതാണ് തേർഡ് ടേം, ഇതാണ് സെക്കൻഡ് ടേം. സോ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം മീൻസ് വാട്ട്? 5 - 3. So we also got, see,
കണ്ടോ, നമുക്ക് എത്ര തന്നെ കിട്ടിയത്? 2 തന്നെയാണ് കിട്ടിയത്. ഇനി അടുത്തത് അല്ലേ, 4th ടേം മൈനസ് 3rd ടേം. സോ 7 - 5 എത്ര കിട്ടി? 2. അപ്പോൾ നോക്കിയാൽ നമുക്കിത് തമ്മിലുള്ള ഡിഫറൻസ് ഫിക്സഡ് ആയിട്ട് ഒരു 2 ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടെ എഴുതണം. സോ വി ഗോട്ട് 2 നോ. സോ എന്തെഴുതാം നമുക്ക്? CD = 2. ക്ലിയർ ആയില്ലേ ഇതിൻ്റെ ആൻസർ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇതിൻ്റെ ഒരു സീക്വൻസ് എഴുതുക. ഈവൻ നമ്പേഴ്സിൻ്റെ എല്ലാവർക്കും അറിയാം അല്ലേ, ഈവൻ നമ്പേഴ്സ് എന്താണ്? ഇരട്ട സംഖ്യകളെന്ന് പറയും. സോ 2, 4, 6, 8, 10 ദിസ് ഈസ് അവർ സീക്വൻസ്. അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 4 - 2 = 2. കണ്ടോ? ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം വിച്ച് മീൻസ് 6 - 4 which is equal to 2. ഇനിയോ 8 - 6 കണ്ടോ, അവിടെയും 2 കിട്ടി. ദെൻ 10 - 8 ആയി ചെയ്തപ്പോഴും 2 കിട്ടി. സോ അതിനെ നമുക്ക് ഇതെല്ലാം ഒരുപോലത്തെ നമ്പർ, സെയിം നമ്പർ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് CD = what? 2. ക്ലിയർ ആയല്ലോ? ദെൻ തേർഡ് വൺ, ദ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഇതാണ് തൊട്ടോടെ ഒന്നുകൂടി ടെക്സ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. നമുക്ക് ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. ഇവിടെ നമ്മൾ പഠിച്ചു അതിൻ്റെ സീക്വൻസ് എഴുതാൻ. എങ്ങനെയായിരുന്നു ഓഡ് നമ്പേഴ്സ്? 1, 3, 5, 7 ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ. ഓക്കെ. സോ നമുക്കത് എഴുതാം. കണ്ടോ, 1, 3, 5, 7, 9 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ ദീസ് ആർ കോൾഡ് ദ ഓഡ് നമ്പേഴ്സ് ഓഫ് സീക്വൻസസ് അല്ലേ. ഓഡ് നമ്പറിൻ്റെ ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു സീക്വൻസ് നമുക്ക് എഴുതി. പക്ഷേ അവരൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് നോക്കിയേ? ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എഴുതേണ്ട ഇതാണോ? അല്ല. ഇത് ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് കാണിച്ചു തന്നതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുക എന്താ? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സ് ആദ്യം എഴുതി. ഇനി അതിൻ്റെ ഹാഫാണ് നമുക്ക് നോക്കേണ്ടത്. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടോ, 1/2. ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 3/2. അതെങ്ങനെയാണ് അത് വരിക? കണ്ടോ, കാണിച്ചു തരാം. 1 × ഹാഫ് നമുക്ക് എന്ത് കിട്ടി? 1 × 1 1/2. അതുകൊണ്ടല്ലേ ഇവിടെ അത് എഴുതിയത്. ക്ലിയർ? ദെൻ സി നെക്സ്റ്റ് നമ്പർ ഈസ് 3. സോ 3ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 1/2. സോ വി ഗോട്ട് വാട്ട്? 1 × 3 3/2. ക്ലിയർ ആയോ? സോ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം എഴുതി അല്ലേ. 5/2, 7/2, 9/2. കണ്ടോ, ഇതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലിയർ ആയിട്ടുള്ള സീക്വൻസ് ഏതാണ്? ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം റെഡ്യൂസ് ചെയ്യുക. ക്ലിയർ? ദിസ് ഇസ് എ സെക്കൻഡ് ടേം ആൻഡ് ദിസ് ഇസ് എ ഫസ്റ്റ് ടേം. സോ 3/2 - 1/2. നോക്കിയേ, 3 - 1 എന്ത് കിട്ടി? 2/2 അല്ലേ. ഡിനോമിനേറ്റേഴ്സ് ഇവിടെ സെയിം ആയതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെയിം 2 തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഈവൻ ചിലപ്പോൾ സമയത്ത് എന്ത് പറ്റും? ഇത് രണ്ടും ഡിഫറൻ്റ് ആയിക്കഴിഞ്ഞാൽ LCMൽ പോകണം, അതല്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 3 - 1 2. തന്നെ ഇവിടെയുള്ള 2 കണ്ടോ, കോമൺ അല്ലേ. സോ ആ 2 എടുത്ത് എഴുതുക. 2 എത്ര ടൈംസ് പോയി? 1 ടൈം. ഇനി നെക്സ്റ്റ് എന്താണ്? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. സോ 5/2 -3/2. കണ്ടോ, അവിടെയും ചെയ്തപ്പോൾ 5ൽ നിന്ന് 3 റെഡ്യൂസ് ചെയ്ത് എത്ര കിട്ടി? 2 കിട്ടി. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് അതേ നമ്പർ തന്നെ ഇവിടെ എടുത്ത് എഴുതുക. ഇതൊരിക്കലും നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് കുഞ്ഞ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2/2 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 1 കിട്ടി. കണ്ടോ. ഇനി നെക്സ്റ്റ് ഏതാണ്? നമ്മുടെ 4th ടേം മൈനസ് 3rd ടേം വിച്ച് മീൻസ് 7/2 - 5/2. കണ്ടോ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2/2 = 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കണ്ടോ, ഫിക്സഡ് നമ്പറാണ് നമുക്ക് കിട്ടിയത് അല്ലേ. സബ്ട്രാക്ട് ചെയ്തപ്പോൾ എല്ലാത്തിനും കിട്ടിയത് എന്താണ്? ഒരു ഫിക്സഡ് നമ്പറാണ് കിട്ടിയത്. സോ it is also in the form of arithmetic sequence or it is an arithmetic sequence and its common difference is what? CD. ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ പഠിക്കുമ്പോൾ നല്ലപോലെ അതൊക്കെ എഴുതി വയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം ഇനി നമുക്ക് 4th നോക്കാം കേട്ടോ. 4th സം എന്താ ടെക്സ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, സീക്വൻസ് ഓഫ് ദ പവേഴ്സ് ഓഫ് 2. എന്താണ് ഈ പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ? 2ൻ്റെ പവർ മീൻസ് 2^1, 2^2. കണ്ടോ, ഇങ്ങനെ പോകും. 2^3. ഇതാണ് 2ൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ ശ്രേണി എഴുതാൻ നമുക്ക് ഇങ്ങനെ എഴുതാം. കാണാം.
കണ്ടോ? സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എങ്ങനെ എഴുതിയാൽ 2⁻1 2⁻2 ഇതാണ് പവർ എന്ന് പറയുന്നത് കേട്ടോ. 2⁻3 2⁻4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് വേണം. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ നമുക്കിത് നോക്കാം അല്ലേ. നിങ്ങൾ ഈ ആദ്യത്തെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ? സോ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ ഇതാണ് സെക്കൻഡ് ടേം. 2⁻2 മൈനസ് 2⁻1. എന്താണ് 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2 അതാണ് ഈ കിടക്കുന്നത് അല്ലേ. 4 ഉണ്ടോ? 2 × 2 വിച്ച് മീൻസ് 4. ദെൻ മൈനസ് 2⁻1 മീൻസ് 2 തന്നെ. 4 മൈനസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. അതുപോലെ 2⁻3 മൈനസ് 2⁻2 കണ്ടോ? 2⁻3 എന്ന് പറയുമ്പോൾ എന്താ? 2 × 2 × 2 വിച്ച് മീൻസ് 8. 2 2s are 4, 4 2s are 8. ക്ലിയർ? ദെൻ ഈ മൈനസ് 2 2s are 4. സോ വി ഗോട്ട് വാട്ട്? 4c. ഇത് ഡിഫറൻ്റ് ആണ് അല്ലേ. കോമൺ നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഡിഫറൻസ് ഒക്കെ കിട്ടിയത് സെയിം അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. നോക്കി, ഇവിടെ 2 ഇവിടെ 4. ഇനി അടുത്ത ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 8. സോ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ ഇറ്റ് ഇസ് നോട്ട് ആൻ AP. ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. നമുക്കിവിടെ ഒരു കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിനെ AP ആയിട്ട് എടുക്കില്ല. ക്ലിയർ ആയല്ലോ? ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെയിം ഇല്ല. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ദ സീക്വൻസ് ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമുക്കറിയാം അല്ലേ. 1 2 3 4 എന്ന് പറയുന്നതാണ് എന്തെന്നാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. സോ ബട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 2 3 4 ആണ് നാച്ചുറൽ നമ്പർ എങ്കിലും നമുക്ക് എന്താ ഇതിൻ്റെ മീനിങ് എന്താ? ഇങ്ങനൊരു നമ്പർ കണ്ടാൽ എല്ലാ നമ്പറിൻ്റെ അടിയിൽ ആരുണ്ടെന്ന അർത്ഥം? ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. ഇതും നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 ആണ്. ബട്ട് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നമ്മൾ കരുതേണ്ടത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിയിലൊരു 1 ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എഴുതുള്ളൂ. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്തെഴുതും? ഇതിന് നേരത്തെ 1/1 എന്നാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1 1 1 ടൈം. ഇനിയോ ഈ 2/1 എന്നാണ് യഥാർത്ഥത്തിൽ. അതിന് റെസിപ്രോക്കൽ എഴുതുമ്പോൾ എന്ത് പറ്റും? നേരെ തിരിച്ചെഴുതുക. 1/2 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് മറ്റൊരു വേർഡ് പറയും. ക്ലിയർ ആയല്ലോ? ഇനി 3/1 എന്നാണ് ആക്ച്വലി. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? നേരെ തിരിച്ചെഴുതുക. 1/3. അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും. ഇവിടെയും നോക്കിയേ, ഡിനോമിനേറ്ററിനെ മുകളിൽ കൊണ്ടുപോകുക, ന്യൂമറേറ്ററിനെ താഴെ വരിക. സോ ഇതാണ് നമ്മുടെ സീക്വൻസ് കിട്ടിയിരിക്കുന്നത് റെസിപ്രോക്കലിൻ്റെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സീക്വൻസ് കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നാച്ചുറൽ നമ്പർ ഇതാണെന്നും അതിൻ്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് കാണിക്കാനും അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനുമാണ് 3 ആയിട്ട് എഴുതിയേക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ എന്താ സീക്വൻസ് എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് നോക്കുക. ഇത് അരിത്തമെറ്റിക് ഇതാണ് നമ്മളിപ്പോൾ സീക്വൻസ് നമ്മളിവിടെ ഫോം ചെയ്തു. അപ്പോൾ ഈ സീക്വൻസ് എന്തിലാ AP ആണോ എന്ന്, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വിച്ച് മീൻസ് വാട്ട്? 1/2 - 1. ഇവിടെ ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. അതായത് 1/2 എഴുതി, എന്നിട്ടോ 1 × 2 2. കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ അങ്ങ് ക്രോസ് ചെയ്താൽ മതി. നിങ്ങൾ ഇനി LCM ഒന്നും കാണാൻ കണ്ടാൽ, അല്ലെങ്കിൽ ഇവിടെ 1 ഉണ്ടെന്ന് കരുതുക. ദെൻ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് രണ്ടും കൂടി ഇങ്ങോട്ടും. അപ്പോൾ ഇതിപ്പോൾ 1/2 എഴുതി, 1 × 2 -2. ദെൻ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തേ 1 - 2. കണ്ടോ? എന്ത് കിട്ടി? 1 - 2 ചെയ്താൽ 1 കിട്ടും. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട്? എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ നമ്പറിൻ്റെ മുന്നിൽ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ആൻസറിൽ നമ്മളത് കൊടുക്കുക. സോ 1 - 2 1 നെഗറ്റീവ് 1/2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? സോ ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇനി തേർഡ് ടേം, ഫോർത്ത് ടേം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താ? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 1/3 - 1/2. കണ്ടോ? അപ്പോഴോ ഇത് നോക്കിയാൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്? ഡിഫറൻ്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, അതെങ്ങനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? 1 × 2 2, 1 × 3 3. ഉണ്ടോ? മൈനസ് ചെയ്യുന്ന അടുക്കുള്ള മൈനസ് ഇടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ? 3 2s are 6. ക്ലിയർ ആയോ? സോ നമുക്കൊന്നുകൂടെ എടുത്തെഴുതാം. 2 - 3 എഴുതി. ദെൻ 3 2s are 6. പക്ഷേ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? നെഗറ്റീവ് 1/6. ഇവിടുത്തെ നോക്കിക്കേ, നെഗറ്റീവ് 1/2 ഇവിടെ നെഗറ്റീവ് 1/6 ആണ് കിട്ടിയത് നമ്മുടെ ടേം ഡിഫറൻസ്. അപ്പോൾ ഇത് രണ്ടും എന്താ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമൺ ഡിഫറൻസ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ആൻ AP. ക്ലിയർ ആയില്ലേ? നമ്മളിപ്പോൾ ചെയ്തത് ഈ റെസിപ്രോക്കലിൻ്റെ സീക്വൻസ് കണ്ടെത്തി, ഈ ടൈമിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്തു, ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻസേഴ്സാണ്. സോ അതുകൊണ്ട് ഇതെന്തല്ല? AP അല്ല. ക്ലിയർ ആയല്ലോ? സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.
ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.